തിരുവനന്തപുരം പൊന്മുടി വനമേഖലയിലും അനധികൃത മരം മുറിക്കൽ 250-ലധികം ചെറുമരങ്ങളാണ് മുറിച്ചു കടത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനെന്ന വ്യാജേനയാണ് മരം മുറിച്ചത് എന്ന് പൊന്മുടി വനം സംരക്ഷണ സമിതി അംഗം ടി സെൽവരാജ് 24-നോട് പറഞ്ഞു. വിഷയത്തിൽ വനംവകുപ്പ് അന്വേഷണം തുടങ്ങി. 24 എക്സ്ക്ലൂസീവ്. ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ മേഖലയിലാണ് അനധികൃത മരംമുറി. പൊന്മുടി വനസംരക്ഷണ സമിതി അംഗവും വാർഡനുമായ ടി സെൽവരാജാണ് മരം മുറിച്ചു കടത്തുന്നത് കണ്ടത്. ഇക്കഴിഞ്ഞ 13-ന് രണ്ടാം വളവിന് മുകളിലുള്ള വനമേഖലയിൽ നിന്നായിരുന്നു മരംമുറി. പൊന്മുടി വനസംരക്ഷണ സമിതി അംഗവും എസ്റ്റേറ്റിലെ 2 തൊഴിലാളികളും ചേർന്നാണ് മരം മുറിച്ചത്. സംരക്ഷിത മരങ്ങളടക്കം 250-ലധികം മരങ്ങൾ മുറിച്ചു കടത്തി. പിന്നാലെ വാർഡനായ ടി സെൽവരാജ് റീജിയണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് പരാതി നൽകി. സംരക്ഷണ മരമാണ് മൊത്തം ഈ വനത്തിനകത്ത് നിൽക്കുന്നതെല്ലാം സംരക്ഷണ മരമാണ്. അന്വേഷണം ഉദ്യോഗസ്ഥർ ഇന്ന് വന്ന് റേഞ്ച് ഓഫീസർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ക്വാഡിലെ ആറോ വന്നിട്ടുണ്ട്. അവരെല്ലാം നമ്മുടെ മൊഴിയൊക്കെ എടുത്ത് കാര്യങ്ങൾ കേസെടുക്കും. ഇത് ഒരു കാരണവശാലും വിടത്തില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനെന്ന വ്യാജേനയാണ് മരം മുറിച്ചതെന്നും ആക്ഷേപമുണ്ട്. പരാതിക്ക് പിന്നാലെ പരിശോധന നടത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മരങ്ങൾ എണ്ണിത്തുടങ്ങി. ഇന്നലെ മാത്രം നടത്തിയ പരിശോധനയിൽ 250ഓളം ചെറുമരങ്ങൾ മുറിച്ചുമാറ്റിയെന്ന് സ്ഥിരീകരിച്ചു. ഉൾവനത്തിലുൾപ്പെടെ പരിശോധന തുടരുകയാണ്. 2 പേർക്കെതിരെ കേസെടുക്കാനും വനം വകുപ്പ് നീക്കം നടത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ സംസാരവുമുണ്ട്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം.